ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് മാസത്തിലെ ബാക്കി കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റഷ്യ വിക്ഷേപിച്ച ആർട്ടിക് M ഉപഗ്രഹം എന്തിനെക്കുറിച്ച് പഠിക്കാനാണ് വിക്ഷേപിക്കപ്പെട്ടത്? ആർട്ടിക് കാലാവസ്ഥയും പരിസ്ഥിതിയും. കേട്ടോ, റഷ്യ വിക്ഷേപിച്ച ആർട്ടിക് M ഉപഗ്രഹം എന്തിനെക്കുറിച്ച് പഠിക്കാനാണ് വിക്ഷേപിക്കപ്പെട്ടത്? ആർട്ടിക് കാലാവസ്ഥയും പരിസ്ഥിതിയെയും കുറിച്ച്. റഷ്യ 2020 ഡിസംബറോടെ ആദ്യത്തെ ആർട്ടിക് M ഉപഗ്രഹം വിക്ഷേപിക്കും. ആർട്ടിക്കിലെ കാലാവസ്ഥയും പരിസ്ഥിതിയെയും നിരീക്ഷിക്കാനാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് കേട്ടോ. അപ്പോൾ റഷ്യ 2020 ഡിസംബറിലൂടെയാണ് ഈ ഒരു ആർട്ടിക് M എന്ന് പറഞ്ഞിട്ടുള്ള ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. അടുത്ത് നോക്കാം, ഏത് ഫോഴ്സാണ് ടോഡ് പദ്ധതി അവതരിപ്പിച്ചത്? ഇന്ത്യൻ ആർമിയാണ് കേട്ടോ. ഏത് ഫോഴ്സാണ് ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അവതരിപ്പിച്ചത്? ഇന്ത്യൻ ആർമി. COVID-19 പകർച്ചവ്യാധി മൂലമുണ്ടായ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്തെ സഹായിക്കുന്നതിനും ദേശീയതയുടെയും ദേശസ്നേഹത്തിൻ്റെയും ആവശ്യകത മുന്നോട്ട് വയ്ക്കുന്നതിനും ഇന്ത്യൻ സൈന്യം ടോഡ് പദ്ധതി അവതരിപ്പിച്ചു. ഓക്കെ, ഇനി ടോഡ് എന്നാൽ ടൂർ ഓഫ് ഡ്യൂട്ടി എന്നാണ് അർത്ഥം. എന്താണ് ടൂർ ഓഫ് ഡ്യൂട്ടി? അടുത്ത് നോക്കാം, 2020 മെയ് 7 ഭീകരമായ വിഷവാതക ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? വിശാഖപട്ടണം. ഓക്കെ, 2020 മെയ് 7 ഭീകരമായ വിഷവാതക ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? വിശാഖപട്ടണം. അടുത്ത് നോക്കാം, ആത്മനിർഭർ അഭിയാൻ പദ്ധതിയുടെ കീഴിൽ തേനീച്ച വളർത്തലിനായി സർക്കാർ എത്ര രൂപയാണ് അനുവദിച്ചു നൽകിയത്? 500 കോടി രൂപ കേട്ടോ. ആത്മനിർഭർ അഭിയാൻ പദ്ധതിയുടെ കീഴിൽ തേനീച്ച വളർത്തലിനായി സർക്കാർ എത്ര രൂപയാണ് അനുവദിച്ചു നൽകിയത്? 500 കോടി രൂപ. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കിയെന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കിയെന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സർക്കാർ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അടുത്ത് നോക്കാം, ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ആചരിക്കുന്നത് മെയ് 17 ഓർത്തു വയ്ക്കുക കേട്ടോ. ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ആചരിക്കുന്നത് മെയ് 17. നെക്സ്റ്റ് വൺ നോക്കാം, COVID-19 വൈറസ് സാന്നിധ്യം കണ്ടെത്തുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആൻറ്റിബോഡി കണ്ടെത്തൽ കിറ്റ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? NIV ആണ്. ഓക്കെ, അപ്പോൾ COVID-19 വൈറസ് സാന്നിധ്യം കണ്ടെത്തുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആൻറ്റിബോഡി കണ്ടെത്തൽ കിറ്റ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? NIV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, അതായത് ICMR-ഉം അതേപോലെ തന്നെ NIV നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും COVID-19 സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള തദ്ദേശീയ IgG എലിസ ടെസ്റ്റ്, അതായത് കോവിഡ് കവച് എലിസ വികസിപ്പിക്കുകയും അവതരിപ്പിക്കുകയും കൂടെ ചെയ്തു. അടുത്ത് നോക്കാം, ദി ഇക്കോ ബാഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ദി ഇക്കോ ബാഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് JK റൗളിംഗ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. ദ ഇക്കോ ബാഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? JK റൗളിംഗ്. അടുത്ത് നോക്കാം, ബ്രേക്ക് ദി ചെയിൻ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, ബ്രേക്ക് ദി ചെയിൻ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത് നോക്കാം, വേൾഡ് ഇക്കണോമിക് ഫോറം വാർഷിക റാങ്കിംഗ് അനുസരിച്ച് 2020 ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 74. ഓക്കെ, വേൾഡ് ഇക്കണോമിക് ഫോറം വാർഷിക റാങ്കിംഗ് അനുസരിച്ച് 2020 ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 74. നെക്സ്റ്റ് വൺ നോക്കാം, അടുത്തിടെ അന്തരിച്ച ആഷ്ടി കൂപ്പർ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? അടുത്തിടെ അന്തരിച്ച ആഷ്ടി കൂപ്പർ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ടെന്നീസ്. ഓക്കെ, ആഷ്ടി കൂപ്പർ ടെന്നീസ്. അടുത്ത് നോക്കാം, JEE മെയിൻ, നീറ്റ് എന്നിവയുടെ മോക്ക് ടെസ്റ്റുകൾ നടത്താൻ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സർക്കാർ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. ഏതാണ് ആപ്ലിക്കേഷൻ? നാഷണൽ ടെസ്റ്റ് അഭ്യാസ്. ഓക്കെ, നാഷണൽ ടെസ്റ്റ് അഭ്യാസ് ആണ്. JEE മെയിൻ, നീറ്റ് എന്നിവയുടെ മോക്ക് ടെസ്റ്റുകൾ നടത്താൻ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സർക്കാർ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. ഏതാണ് ആപ്ലിക്കേഷൻ? നാഷണൽ ടെസ്റ്റ് അഭ്യാസ്. അടുത്ത് നോക്കാം, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് NAM ഉച്ചകോടി 2020 സന്ദേശം എന്തായിരുന്നു? നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഉച്ചകോടി 2020 സന്ദേശം എന്തായിരുന്നു? യുണൈറ്റഡ് എഗെയിൻസ്റ്റ് COVID-19. ഓക്കെ, യുണൈറ്റഡ് എഗെയിൻസ്റ്റ് COVID-19 എന്നുള്ളതായിരുന്നു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്
ഉച്ചകോടി 2020 സന്ദേശം. നെക്സ്റ്റ് വൺ നോക്കാം. ഉയർന്ന അണുബാധ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പെട്ടെന്നുള്ളതും രാസരഹിതവുമായ അണുവിമുക്തമാക്കലിനായി അൾട്രാവയലറ്റ് അണുനാശിനി ടവർ അഥവാ UV ബ്ലാസ്റ്റർ വികസിപ്പിച്ചെടുത്തത് ആരാണ്? DRDO. ഓക്കെ, DRDO അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. ഉയർന്ന അണുബാധ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പെട്ടെന്നുള്ളതും രാസരഹിതവുമായ അണുവിമുക്തമാക്കലിനായി അൾട്രാവയലറ്റ് അണുനാശിനി ടവർ അഥവാ UV ബ്ലാസ്റ്റർ വികസിപ്പിച്ചെടുത്തതാരാണ്? DRDO. അടുത്ത് നോക്കാം. ലോകാരോഗ്യ സംഘടനയും UN-ന്റെ തപാൽ ഏജൻസിയും ഏത് രോഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ അനുസ്മരണത്തിനായാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? സ്മോൾ പോക്സ്. കേട്ടോ, ലോകാരോഗ്യ സംഘടനയും UN-ന്റെ തപാൽ ഏജൻസിയും ഏത് രോഗത്തെ ഉന്മൂലനം ചെയ്തതിൻ്റെ അനുസ്മരണത്തിനായാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? സ്മോൾ പോക്സ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം. മദ്യത്തിന് പ്രത്യേക കൊറോണ ഫീസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഡൽഹി. ഓക്കെ, മദ്യത്തിന് പ്രത്യേക കൊറോണ ഫീസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഡൽഹിയാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഏത് സംസ്ഥാന സർക്കാരാണ് ആയുഷ് കവച് ആപ്പ് ആരംഭിച്ചത്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഏത് സംസ്ഥാന സർക്കാരാണ് ആയുഷ് കവച് ആപ്പ് ആരംഭിച്ചത്? ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ നോക്കാം. ആയുഷ് സഞ്ജീവിനി ആപ്പ് പുറത്തിറക്കിയത് ആരാണ്? ആയുഷ് സഞ്ജീവിനി ആപ്പ് പുറത്തിറക്കിയത് ആരാണ്? ഹർഷ് വർദ്ധൻ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ആയുഷ് സഞ്ജീവിനി ആപ്പ് പുറത്തിറക്കിയത് ആരാണ്? ഹർഷ് വർദ്ധനാണ്. ആയുർവേദവും ഹോമിയോപ്പതിയൊക്കെ ഉപയോഗിച്ച് ഈ COVID-19 പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആയുഷ് സഞ്ജീവിനി ആപ്പ് കേട്ടോ. അപ്പോൾ ആയുഷ് സഞ്ജീവിനി ആപ്പ് പുറത്തിറക്കിയത് ആരാണ്? ഹർഷ് വർദ്ധൻ. നെക്സ്റ്റ് വൺ നോക്കാം. ദേക്കോ അപ്നാ ദേശ് ഏത് മന്ത്രാലയം നേതൃത്വം നൽകുന്ന പരിപാടിയാണ്? ടൂറിസം മന്ത്രാലയം. ഓക്കെ, ദേക്കോ അപ്നാ ദേശ് ഏത് മന്ത്രാലയം നേതൃത്വം നൽകുന്ന പരിപാടിയാണ്? ടൂറിസം മന്ത്രാലയം. നെക്സ്റ്റ് വൺ നോക്കാം. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെയാണ് ഗവേഷകർ അടുത്തിടെ ഒരു പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്? ട്വിറ്റർ കേട്ടോ. ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെയാണ് ഗവേഷകർ അടുത്തിടെ ഒരു പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്. നെക്സ്റ്റ് വൺ നോക്കാം. COVID-19 പകർച്ചവ്യാധി സൃഷ്ടിച്ച പ്രതിസന്ധിയെ നേരിടാൻ NDB ഏത് രാജ്യത്തിനാണ് $1 ബില്യൺ വായ്പാ സഹായം നൽകിയത്? ഇന്ത്യക്കാണ് കേട്ടോ. COVID-19 പകർച്ചവ്യാധി സൃഷ്ടിച്ച പ്രതിസന്ധിയെ നേരിടാൻ NDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏത് രാജ്യത്തിനാണ് $1 ബില്യൺ വായ്പാ സഹായം നൽകിയത്? ഇന്ത്യക്കാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഏത് സിറ്റി കോർപ്പറേഷനാണ് പ്രാണവായു പ്രോഗ്രാം ആരംഭിച്ചത്? ബാംഗ്ലൂരു. ഓക്കെ, ഏത് സിറ്റി കോർപ്പറേഷനാണ് പ്രാണവായു പ്രോഗ്രാം ആരംഭിച്ചത്? ബാംഗ്ലൂരു ആണ്. അടുത്ത് നോക്കാം. അടുത്തിടെ അന്തരിച്ച ബൽബീർ സിംഗ് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഹോക്കിയിലാണ് കേട്ടോ. അടുത്തിടെ അന്തരിച്ച ബൽബീർ സിംഗ് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഹോക്കി. നെക്സ്റ്റ് വൺ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി മിഡ് ഡേ മീൽ റേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി മിഡ് ഡേ മീൽ റേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. നെക്സ്റ്റ് വൺ നോക്കാം. 2020 മേയിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ രാസവസ്തു നിർമ്മാണശാലയായ LG പോളിമർ പ്ലാന്റിൽ നിന്നും ചോർന്ന വിഷവാതകം ഏതാണ്? സ്റ്റൈറിനാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക, സ്റ്റൈറിൻ. ഓക്കെ, 2020 മേയിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ രാസവസ്തു നിർമ്മാണശാലയായ LG പോളിമർ പ്ലാന്റിൽ നിന്നും ചോർന്ന വിഷവാതകം ഏതാണ്? സ്റ്റൈറിൻ. നെക്സ്റ്റ് വൺ നോക്കാം. ഓസോൺ പാളിയിൽ രൂപപ്പെട്ടിരുന്ന ഏറ്റവും വലിയ സുഷിരം അടഞ്ഞതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പ്രദേശം ഏതാണ്? ആർട്ടിക് പ്രദേശം. ഉത്തരധ്രുവമാണ് കേട്ടോ. അപ്പോൾ ആർട്ടിക് പ്രദേശത്തിലെ ഉത്തരധ്രുവം. അടുത്ത് നോക്കാം. പ്രകൃതി ദുരന്തം, ലഹള എന്നിവയാൽ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന ഏതാണ്? യൂണിസെഫ് ആണ് കേട്ടോ. പ്രകൃതി ദുരന്തം, ലഹള എന്നിവയാൽ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന ഏതാണ്? യൂണിസെഫ്. അടുത്ത് നോക്കാം. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? മുസ്തഫ അൽ കദിമി. ആരാണ്? മുസ്തഫ അൽ കദിമി. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മുസ്തഫ അൽ കദിമി. നെക്സ്റ്റ് വൺ നോക്കാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതയായത് ആരാണ്? ദിയ മിർസ. ഓക്കെ, ദിയ മിർസയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിതയായത്. നെക്സ്റ്റ് വൺ നോക്കാം. ഒരു സാധാരണ ട്രാൻസ്മിഷൻ സംവിധാനം നിർമ്മിച്ച് സൂര്യപ്രകാശം ഇല്ലാത്ത രാജ്യങ്ങൾക്ക് സൗരോർജ്ജം നൽകുക എന്നത് ഏത് പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യമാണ്? വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ്. ഓസോവോഗ്.
കേട്ടോ. ഒരു സാധാരണ ട്രാൻസ്മിഷൻ സംവിധാനം നിർമ്മിച്ച് സൂര്യപ്രകാശം ഇല്ലാത്ത രാജ്യങ്ങൾക്ക് സൗരോർജ്ജം നൽകുക എന്നത് ഏത് പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യമാണ്? വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ്, ഒസോവോഗ്. നെക്സ്റ്റ് വൺ നോക്കാം. അഗ്നിപ്രസ്ഥ എന്ന മിസൈൽ പാർക്ക് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? INS കലിംഗ. ഓക്കെ, എവിടെയാണ്? INS കലിംഗ. അഗ്നിപ്രസ്ഥ എന്ന മിസൈൽ പാർക്ക് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? INS കലിംഗ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ നമുക്ക് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. ചിൽ ദെൻ ബൈ.